കുട്ടികളുടെ ഒരു വണ്ടിയോട്ടം ഇപ്പം ഇത്ര കുറവൊന്നുമല്ല. ഇപ്പം നിരത്തിൽ നമ്മൾ അത്യാവശ്യം കാണുന്നുണ്ട്. അപ്പം അതുമായിട്ട് എന്താ പറയാനുള്ളത്? അത് നല്ലതായിരിക്കുമോ? പൊതുവെ ചെറിയ കുട്ടികൾ 18 വയസ്സാവുന്നതിന് മുമ്പ് ലൈസൻസ് കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ കൂടുതലായിട്ട് കുട്ടികൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് പോകാനാണെങ്കിലും വേറെ എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിലും നമ്മുടെ പാരൻസും കുറച്ചുകൂടെ ഇതിൽ ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികൾ പ്രത്യേകിച്ച് ഭയങ്കര ക്യൂരിയോസിറ്റി കാണിക്കും ഇവർക്ക് വണ്ടി ഓടിക്കാനും അങ്ങനെ ആളുകളുടെ മുമ്പിൽ കുറച്ച് ഷോ കാണിക്കാനൊക്കെ ആ ഒരു പ്രായം അതിൻ്റെയാണ്. ടീനേജ് ആണെങ്കിൽ ആ ഒരു പ്രായം അതിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒരു മുൻകരുതൽ കരുതണം. കുട്ടികൾ ഇത്ര സമയത്തിനുള്ളിൽ 18 വയസ്സിന് ശേഷം ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ വണ്ടി കൊടുക്കാൻ പറ്റുക. ഒരുപാട് അപകടങ്ങൾ പാരന്റ്സ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? കാരണം അപകടങ്ങൾ ഇപ്പൊ ഒന്നാമത് കൂടി വരികയാണ് റോഡിൽ. അപ്പൊ പിന്നെ ഇത്രയും ഒരു ലൈസൻസും ഇല്ലാതെ കുട്ടികൾ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ റോഡിലൂടെ പോകുന്നവർക്കും കൂടെ ബുദ്ധിമുട്ടല്ലേ? ശരിക്കും നമ്മൾ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ പുറകിലെ 2-3 പേരെ എക്സ്ട്രാ കയറ്റിയിരുത്തി നമ്മുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചിലപ്പോൾ ഹെൽമെറ്റ് ഒന്നും വെക്കില്ല. കുട്ടികൾ അങ്ങനെ ഭയങ്കര കെയർലെസ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ കോളേജുകളിലാണെങ്കിലും തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികൾ, അതുപോലെ ബൈക്ക് മാത്രമല്ല കാറിലാണെങ്കിലും ജീപ്പുകളിലാണെങ്കിലും എല്ലാ റീൽസിന് വേണ്ടി ഒരുപാട് പലതരത്തിലുള്ള അഭ്യാസങ്ങളാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് 18 വയസ്സിന് ശേഷം മാത്രം വണ്ടി കൊടുക്കുക, അതിനു മുമ്പ് കൊടുക്കാതിരിക്കുക. കുറച്ച് പാരൻസും കൂടെ കുറച്ചുകൂടെ കൂടുതലായിട്ട് നോക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ച് കേസുകളൊക്കെ കുറഞ്ഞു. നമ്മുടെ മക്കളുടെ ജീവനല്ലേ, നമുക്കും കൂടെ അതിലൊരു സുരക്ഷിതത്തിന് നമുക്കും കൂടെ ഒരു ഭാഗമാണ് നമ്മളതിനകത്ത്. അതുകൊണ്ട് പാരൻസ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. അങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് തീർച്ചയായിട്ടും അത് പോലീസ് കണ്ട് കഴിഞ്ഞാൽ കേസ് എടുക്കുന്ന ഒരു തെറ്റാണ്. അത് ഭയങ്കര മോശമാണ്. പിന്നെ മടിയിരിക്കുന്നതിന് വലിയ തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഒരു നിയമം വന്നിട്ടുണ്ടല്ലോ, കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്താൻ പാടില്ല, സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്, നിയമം ഉണ്ടെങ്കിൽ അത് കർശനമായിട്ട് പാലിക്കണം. പിന്നെ നമ്മളിപ്പോ അടുത്തൊക്കെ പോകുമ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എനിക്കാണെങ്കിൽ പോലും നമ്മൾ ചെറുപ്പത്തിൽ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരിക്കണം, സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ചെറിയ ഓട്ടമൊക്കെ ഓടുമ്പോഴത്തേക്കും കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തി അതൊന്ന് കുട്ടികൾക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നത് തെറ്റായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല. ഇപ്പൊ എൻ്റെ കൊച്ചനോട് ചോദിക്കുക ഡ്രൈവിംഗ് സീറ്റിൽ മടി ഇരുത്തി കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത്. കാരണം നമുക്ക് പേഴ്സണലി വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ അപ്പനാണെങ്കിലും അല്ലെങ്കിൽ ചേട്ടന്മാരാണെങ്കിലും വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് അവനിരിക്കണം, ഒരു ദിവസം ഓടിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ പിന്നെ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരാൾ അങ്ങനെ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്തു പോകും. അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ വിദ്യാർത്ഥികളാണെങ്കിലും കൂടുതലായിട്ട് വണ്ടി ഓടിപ്പിക്കുക എന്നുള്ളതല്ല, ഡ്രൈവിംഗ് സീറ്റ് ഇരുത്തുക. നമ്മുടെ മടിയിലാണെങ്കിലും നമ്മുടെ കൂടെ ഇരുത്തി നമുക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാമല്ലോ. സുരക്ഷിതത എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സഡൻ ബ്രേക്ക് ചെറിയ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു, വലിയ ലോങ് ട്രിപ്പ് പോകുന്നില്ല, ചെറിയ ട്രിപ്പ് ഇവിടെ നമ്മുടെ വരെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റില്ലെന്നല്ല, അവരുടെ ഒരു ആഗ്രഹം ചെറുതായിട്ട് കൊണ്ടുപോകുന്നതിന് വലിയ തെറ്റുണ്ടോ ഒന്നും എന്നും തോന്നുന്നു. പക്ഷെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് അപകടം സംഭവിക്കാത്ത സാഹചര്യത്തിൽ വണ്ടി ഓടിപ്പിക്കാന്നേ ഉള്ളൂ. അപകടം സംഭവിച്ചെന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ വണ്ടി ഓടിക്കുന്നത്? അവിടെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. വിദ്യാർത്ഥികൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ? വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതോട് എനിക്ക് ഭയങ്കര പ്രായപൂർത്തി ലൈസൻസ് ഇല്ലാത്തവർ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാ. അപ്പൊ ലൈസൻസ് ഉള്ളത് നമ്മുടെ ഇപ്പൊ നിയമങ്ങളാണെങ്കിൽ പോലും ലേണേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ലൈസൻസ് ഉള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ വണ്ടി ഓടിക്കാൻ സമ്മതിക്കുള്ളൂ. അത് ഫോളോ ചെയ്യുക എന്നുള്ളൂ. അതായത് നന്നായിട്ട് അറിയാവുന്ന, അതായത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ വണ്ടി ഓടിക്കുന്നത് തെറ്റില്ല. അതും പഠിക്കാൻ വേണ്ടി, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളല്ല, പഠിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റില്ല.